എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആഷിഖ് മഠത്തിൽ, ഒരു മിനി ട്രക്ക് ഡ്രൈവറാണ്. കോഴിക്കോടാണ് സ്വദേശം. അപ്പോൾ ഇന്ന് കോഴിക്കോട് നിന്ന് കട്ടപ്പന വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിലുണ്ടാവുക. അപ്പോൾ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, വലിയൊരു പരിപാടിയാക്കി മാറ്റിത്തരാം. ശരി. എന്നാൽ പൊലച്ചൊക്കെ ഇറങ്ങിയതാണ്. ഞാൻ നിർത്തി എന്താ ഭക്ഷണം കഴിക്കണം. അതാ സൂര്യനെ കുറിച്ച് വരുന്നേ ഉള്ളൂ. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. ഇതാണ് നമ്മളെ കൂരിയാട് മേഖല, ഇടിഞ്ഞ പ്രദേശം. ആളപായമൊന്നും ഇല്ലാത്തതിനോണ്ട് വലിയ ദുരന്തം ഒഴിവായി. പൈലിങ്ങൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫ്ലൈ ഓവറാക്കി വരാം. എന്തായാലും ഇതിനെ പണി തീർന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡ്രൈവർമാർക്ക് ഉപകാരമായിരിക്കും. അങ്ങനെ നമ്മൾ നേര്യമംഗലം ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ചെറുതോണി, അവിടുന്ന് കട്ടപ്പന, അവിടുന്ന് പുളിയാൻമലയാണ് നമുക്ക് അൺലോഡ് ചെയ്യാനുള്ള ലൊക്കേഷന്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇടവും വലവും ഫോറസ്റ്റ്. അങ്ങനെ നമ്മൾ അൺലോഡ് ചെയ്യാനുള്ള ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നേരം വൈകിയതുകൊണ്ട് നിറക്കി കിട്ടുമോ അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഉറക്കം കട്ടപ്പനയിൽ ടെൻറ്റ് മേടിച്ച് അങ്ങനെ ഒരു രാത്രി ഇവിടെ ഉറങ്ങേണ്ടി വന്ന്. ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് നല്ലതാ പുറപ്പെടുകയാണ്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത തണുത്ത കാറ്റായിരുന്നു രാത്രി. കാൽവരി മൗണ്ട്. ഇന്നലെ വന്നതും ഇതിലെ തന്നെ, ഇനി തിരിച്ചു പോകുന്നതും അതിലാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. മുകളിലേക്ക് എന്തായാലും കയറി കാണാനുള്ള സമയമല്ല. എന്തായാലും വേഗം പോവാണ്. പുന്നയാർ വെള്ളച്ചാട്ടം കോണാക്കി കണ്ടതാണ്. എന്തായാലും കയറി നോക്കാം. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങാഞ്ഞാൽ മതി. കുറച്ച് അപ്പുറത്തേക്കായിട്ട് വേറെയും വെള്ളച്ചാട്ടം ഉണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. കോൺക്രീറ്റ് റോഡ് എന്തായാലും കുറച്ചേ ഉള്ളൂ നടക്കാൻ. ഒരു നടുതാ കണ്ടില്ലേ, കുറച്ച് ഓഫ് റോഡാണ്. ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കി കാണാം. ഇതൊക്കെ ഇറങ്ങുന്ന വഴിയിൽ കണ്ടതാണ്. ദൂരേന്ന് മുകളിലെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള കാഴ്ച. സംഭവം ഒന്നും പറയാനില്ല. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞോളൂ.
താഴത്തുനിന്ന് 2 ആൾക്കാർ കുളിക്കുന്നുണ്ട്. അതത്ര ബുദ്ധിപരമായിട്ടുള്ള നീക്കല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പെട്ടെന്ന് വെള്ളമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആളൊലിച്ചു പോകും. മുകളിലാണെങ്കിലും ഒരു വീട് പോലും ഇല്ല, ആളെ തോളിലിട്ട് കൊണ്ടുകൊണ്ട് ഇരുണ്ട പറ്റിയാൽ. അങ്ങനെ വേഗം തിരിച്ച് കയറുകയാണ്, പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട്. ഇത് വരുന്നവരോടൊരു കാര്യം കൂടി പറയാനുണ്ട്, ഇറങ്ങിയ സുഖം എന്തായാലും ഇല്ല കേട്ടോ. തിരിച്ച് കയറാൻ കുത്തനുള്ള കയറ്റാണ്. അപ്പോൾ തിരിച്ച് റോഡ് മേലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ ഇനി എറണാകുളം പോകണം. അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് നാട്ടിലേക്ക് ഒരു ലോഡ് പറയുന്നുണ്ട്, അപ്പോൾ അതെടുത്തിട്ട് വേഗം പോകണം. പിന്നെ ഇങ്ങോട്ട് വരുന്നവരോടൊരു കാര്യം പറയാനുള്ളത്, അത്യാവശ്യം കയറ്റങ്ങളും ഇറക്കങ്ങളും അതുപോലെ തന്നെ വളവും തിരിവുള്ള റോഡുകളാണ്. അപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ടുവരിക, അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഏരിയയിൽ വണ്ടി അടി തട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് ഇങ്ങോട്ട് വരിക. നേരെ വണ്ണപ്പുറത്തേക്കാണ് പോണത്, അവിടുന്ന് മാറിക്കയറണം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിൻ്റെ പേര് ടോക്സ് ആൻഡ് ഡ്രൈവ്. ശരി എന്നാൽ.